മൻഹജ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് 40ഓളം പണ്ഡിതന്മാർ 8 ദിവസത്തോളം താമസിച്ച് ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കരട് പിന്നീട് എന്തുകൊണ്ട് പുറത്തു വന്നില്ല, നടപ്പിലായില്ല എന്നുള്ളത് നാട്ടില് മൊത്തത്തിൽ കേട്ടതാണ്. ഈ ഹോട്ടലാണ് അതിന്റെ പേര് പറയാറുള്ളത്, സ്പാൻ ഹോട്ടലിൽ നടന്നതെന്നാണ്. ഇത് അങ്ങനെ ഈ എഴുതിയത് ഈ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു വസ്തുതയുമില്ല. അത് നമ്മൾ തയ്യാറാക്കി അതിന്റെ ഓരോ ശൂറകളും സമയബന്ധിതമായി പൂർത്തിയാക്കി ഇപ്പോൾ അത് കൃത്യമായ കരടായി തയ്യാറാക്കി നമ്മുടെ ദഅ്വാ സമിതിയുടെ മണ്ഡലം തലത്തിലുള്ള പ്രവർത്തകന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്ത് 300ഓളം ആളുകളെ സംസ്ഥാന തലത്തിൽ നിന്ന് വിളിച്ചു ചേർത്ത് അവരെല്ലാവരെയും അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ നയരേഖ വായിച്ചു കേൾപ്പിച്ചു. ISMന്റെയും MSMന്റെയും ബോഡികളിൽ വായിച്ചു കേൾപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ ലീഡേഴ്സ് മീറ്റിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതെവിടെയും പൂഴ്ത്തിവെക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും പെർഫെക്റ്റായി പുറത്തിറക്കി നമ്മുടെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങി എത്രയോ മാസങ്ങൾ പിന്നിട്ടു. അപ്പോൾ ആ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. ഇനി അങ്ങനെ ആരോപിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് ആ നയരേഖയിൽ അവരിപ്പോൾ കൊണ്ടു നടക്കുന്ന ചില ആശയങ്ങൾ അവരതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിന് അവസരം കിട്ടാത്തതിലുള്ള ബുദ്ധിമുട്ടായിരിക്കാനാണ് അത് പറയുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യാൻ ഗൾഫിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് സംശയമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏത് പണ്ഡിതനോടും നമ്മൾ എന്ത് ചെയ്യും, അതിന് സംശയ നിവാരണം തേടും. ഈ സംഘടന വേണോ വേണ്ടേ, അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഒരു സംശയവും നമ്മൾ ലജ്ന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ അതിനാവശ്യമില്ലാതെ പണ്ഡിതന്മാരെ ബുദ്ധിമുട്ടിച്ച് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ടതില്ല. അത് ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അതിന് പോകേണ്ടത്. അത് അവർക്ക് ആർക്കും പോകാം. അതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പ്രവർത്തനം കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത വിഷയത്തിൽ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യവും ഫത്വയും നടക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പോകാത്തത്. അങ്ങനെയുള്ള ആളുകളാണ് മുന്നോട്ട് പോകേണ്ടത്.